ഓക്കെ, ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും വിചാരിക്കുന്ന അവരുടെ പോർട്ട്ഫോളിയോ ആണ് അവർക്ക് വർക്ക് കൊണ്ടുവരുന്നത് എന്നാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആവറേജ് പോർട്ട്ഫോളിയോയിലെ പല ഫോട്ടോഗ്രാഫേഴ്സും നല്ല അടിപൊളിയായിട്ട് വർക്കുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കിഡിലൻ പ്രൊഫൈലുള്ള ചില ഫോട്ടോഗ്രാഫേഴ്സിന് അത്രയും വർക്ക് കിട്ടാതെയും വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് പോർട്ട്ഫോളിയോ ഇസ് നോട്ട് എവറിഥിങ്. ഈ വീഡിയോയുടെ പാർട്ട് 1-ൽ നമ്മൾ 5 സ്കിൽസിനെ പറ്റിയാണ് സംസാരിച്ചത്. ഒരു ഫോട്ടോഗ്രാഫറിന് വേണ്ട, ഫോട്ടോഗ്രാഫി അല്ലാതെ അയാൾക്ക് വേണ്ട 5 സ്കിൽസ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബാക്കി ടോപ്പ് 5 സ്കിൽ സെറ്റ്സ് ആണ്. ഒരു ആവറേജ് ഫോട്ടോഗ്രാഫറിനെയും ഒരു ഇൻഡസ്ട്രി ലീഡിംഗ് അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ടോപ്പ് 5 സ്കിൽസ് അതർ ദാൻ ഫോട്ടോഗ്രാഫി. ഈ ടോപ്പ് 5 സ്കിൽസിൽ നമ്മൾ നമ്പർ 1-ലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ബിസിനസ്സിനെ മറ്റൊരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് തുടങ്ങും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മാത്രമല്ല, ഈ നമ്പർ 1 സ്കിൽ ഇത്രയും സ്പെഷ്യൽ ആയിട്ട് ഞാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ആ ഒരു സ്കിൽ മെസ്സപ്പ് ചെയ്യും ആൻഡ് ദേ ഡോണ്ട് റിയലൈസ് അതാണ് അവരുടെ ഫോട്ടോഗ്രാഫിക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ സ്ട്രഗ്ലിംഗ് ഫാക്ടർ എന്ന് തിരിച്ചറിയാത്ത മിസ്റ്റേക്കും പല ഫോട്ടോഗ്രാഫേഴ്സും വരുത്താറുണ്ട്. സോ സ്റ്റിക്ക് അറൗണ്ട് ടിൽ ദി എൻഡ് ഓഫ് ദ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് റൈറ്റ് അവേ. ബൈ ദ വേ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈ ചാനലിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, അതിൻ്റെ ടെക്നിക്കാലിറ്റീസ്, അതുപോലെ ചില പ്രൊഡക്റ്റ് റിവ്യൂസ്, ഇങ്ങനത്തെയൊക്കെ ടോപ്പിക്സാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി പോലത്തെ ടോപ്പിക്സ് ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ ബിസിനസ് സൈഡിനെ പറ്റി അറിയാൻ ഇൻട്രസ്റ്റഡ് ആണ്, ഇങ്ങനത്തെ താല്പര്യങ്ങളുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് അപ്പോൾ ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഈ വീഡിയോ ബൈ ദ എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങൾക്ക് 5 ടോപ്പ് സ്കിൽസ് നമ്മളിവിടെ ഷെയർ ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒരു സ്കില്ലെങ്കിലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത്. അപ്പോൾ ലൈക്ക് എ സെഡ്, ഐ എം ട്രൈങ് ടു മോട്ടിവേറ്റ് യു ഗൈസ്. നിങ്ങൾക്ക് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതിന് പകരം നിങ്ങളുടെ സ്നേഹം ആ സബ്സ്ക്രൈബ് ബട്ടണിലും ലൈക്ക് ബട്ടണിലും കാണിച്ചാൽ ഐ എം വെരി താങ്ക്ഫുൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 1 ഞാനിവിടെ ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ ഇൻ കേസ് നിങ്ങളത് മിസ്സായിട്ടുണ്ടെങ്കിൽ, ഒരു ഫോട്ടോഗ്രാഫറിന് ഫോട്ടോഗ്രാഫി അല്ലാതെ വേണ്ട ടോപ്പ് 10 സ്കിൽസ് ആണ് ഈ 2 വീഡിയോസിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ സ്കിൽ നമ്പർ 5 ആയിട്ട് എനിക്ക് തോന്നുന്നതാണ് നെറ്റ്വർക്കിംഗ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കുറേ പോസ്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് ഒരു ക്ലയൻറ്റിൻ്റെ ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ അവരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ അവരെ മീറ്റ് ചെയ്യുന്നില്ല, ഒരു ഹാൻഡ് ഷേക്ക് ഇല്ലാതെ നമുക്കൊരാളെ നമുക്ക് 100% നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 100% ട്രസ്റ്റ് ചെയ്ത് കിട്ടുന്ന വർക്കായിരിക്കും നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന വർക്ക്. അവരുടെ നീഡ്സ് എന്താണെന്ന് അവർക്കറിയാം. ആ നീഡ്സിന് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമുക്കറിയാം. മാത്രമല്ല, അത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന അവർ ട്രസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ബന്ധത്തിൽ നിന്നുണ്ടാവുന്ന വർക്കിന് അതിൻ്റേതായ ഡിഫറൻസസ് എപ്പോഴും ഉണ്ടാവും. സോ ട്രൈ ആൻഡ് ബിൽഡ് യുവർ നെറ്റ്വർക്ക്. കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് ഫോട്ടോഗ്രാഫേഴ്സും ഇവരൊക്കെ ആയിട്ട് നമ്മൾ നെറ്റ്വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ കണക്ട് ചെയ്യുന്ന എൻ്റെ വർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ വർക്കാണെന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടും കണക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ ബോത്ത് ക്ലയൻറ്റിൻ്റെ സൈഡ്സിലും മറ്റ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സൈഡിലും യു നീഡ് ടു നെറ്റ്വർക്ക് ആൻഡ് ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ so that they can trust you. അപ്പോൾ നമുക്ക് ആ സ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫോട്ടോഗ്രാഫി നമുക്കൊക്കെ ഇഷ്ടമായതുകൊണ്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു നെറ്റ്വർക്കിംഗ് കൂടെ നമുക്ക് ചെയ്തുകൂടെ? അടുത്ത സ്കിൽ നമ്പർ 4 ആണ് കണ്ടിന്യൂസ് ലേണിംഗ്. നിങ്ങൾ 5 വർഷം ചെയ്തിരുന്ന അതേ കാര്യങ്ങളാണ് ഇപ്പോഴും ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഓൾറെഡി ഫോളോയിങ് ബിഹൈൻഡ്. നിങ്ങൾ ഓൾറെഡി പിന്നിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്കറിയാവുന്നതാണ് നല്ല അടിപൊളിയായിട്ട് ടോപ്പ് ലെവലിൽ എടുത്തുകൊണ്ടിരുന്ന ചില ഫോട്ടോഗ്രാഫേഴ്സ് പോലും ഇപ്പോൾ ചിലപ്പോൾ വർക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാവുന്നത് നമ്മൾ കാണാറില്ലേ? ദിസ് ഹാപ്പൻസ് ബിക്കോസ് അവർ കംഫർട്ടബിൾ ആയി തുടങ്ങി. അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർ കംഫർട്ടബിൾ ആയി ആൻഡ് ദേ സ്റ്റോപ്ഡ് ലേണിംഗ് ഓർ ഇവോൾവിങ്. നമ്മുടെ ടാലൻറ്റിനും സ്കിൽസിനും ഒക്കെ ഒരു എക്സ്പിറേഷൻ ഡേറ്റ് ഉണ്ട്. നമ്മൾ ഇവോൾവ് ചെയ്യാൻ റെഡി അല്ല, അല്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ റെഡി അല്ലെങ്കിൽ ഇവിടെ ക്യാമറാസും ട്രെൻഡ്സും ക്ലയൻറ്റ് എക്സ്പെക്റ്റേഷൻസും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറുന്നതനുസരിച്ച് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ മറ്റൊരാൾ മാറുന്ന ആൾക്കാർ മുന്നിലേക്ക് വരും. കണ്ടക ശനി എന്ന് പറയില്ലേ, അതുപോലെ ഉണ്ടാവും. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പുതിയ സ്കിൽസോ അല്ലെങ്കിൽ പുതിയ ട്രെൻഡ്സോ പുതിയ എക്സ്പെക്റ്റേഷൻസോ ഒക്കെ വരുമ്പോൾ അതനുസരിച്ച് ഡെലിവർ ചെയ്യാൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പുതിയ ജനറേഷനിലെ ആൾക്കാർ വരുമ്പോൾ അവർ ഓൾറെഡി ആ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യപ്പെടാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വർക്കിനോടുള്ള കോൺഫിഡൻസ് കുറയും. ഇതിങ്ങനെ ഒരു സൈക്കിളാണ്. ഒരിടത്തും തുടങ്ങി നമ്മളെ കൊണ്ട് തന്നെ പോകും എന്ന് ഉറപ്പിച്ച് പുറകെ നടക്കുന്ന ഒരു സംഭവമായി ഈ ലേണിംഗ് ഇല്ലായ്മ നമ്മളെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി പ്രൂവ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൻ കൂടിയുണ്ട്. അതിൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നുപോയി, പക്ഷേ കണ്ടുപിടിച്ച് ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം. നമ്മൾ ബിഗിനേഴ്സ്
ആണെങ്കിൽ ബിഗിനേഴ്സ് തിങ്ക് ദേ നോ എവറിഥിങ്. അതേസമയം എക്സ്പേർട്സിന് കൃത്യമായിട്ട് അറിയാം ഇനി എത്രത്തോളം കൂടുതൽ കൂടെ പഠിക്കാനുണ്ടെന്ന്. അങ്ങനെ അറിയാവുന്ന ഒരാളാണ് ആക്ച്വലി എക്സ്പേർട്ട്. ഇനി എന്താ പഠിക്കാനുള്ളതെന്ന് അറിയുന്ന ആളാണ് ആക്ച്വലി എക്സ്പേർട്ട്. അല്ലാതെ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഈസി ആയിട്ട് കണ്ണടച്ച് വേണമെങ്കിലും ഫോട്ടോ എടുക്കാവുന്ന പോലെ എൻ്റെ ക്യാമറയുടെ എല്ലാ ബട്ടൺസും അല്ലെങ്കിൽ ക്യാമറയുടെ എല്ലാ സെറ്റിങ്സും എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ച് കഴിഞ്ഞ ആളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ somebody else is going to take your work. Your skill and talent has an expiry date. നമ്മുടെ ചുറ്റുമുള്ള എല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതനുസരിച്ച് പഠിച്ച് ഇവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫിയും എക്സ്പയർ ചെയ്യും. ഇനി തേർഡ് പോയിന്റ് ആണ് ക്രിയേറ്റീവ് ഡിറക്ഷൻ. ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മുടെ ക്ലയൻസിന് വേണ്ടത് ജസ്റ്റ് ഫോട്ടോസ് അല്ല, ദേ വാണ്ട് ആൻ എക്സ്പീരിയൻസ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസിനാണ് അവർ പേ ചെയ്യുന്നത്. സോ ബിൽഡ് ദാറ്റ് എക്സ്പീരിയൻസ്. നമ്മളൊരു സിനിമ കാണുവാണെങ്കിൽ അതായത് ക്യാമറ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ 5 വർഷത്തിന് ശേഷം ആ സിനിമ ചിലപ്പോൾ ഓർത്തിരിക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം വി റിമെമ്പർ ഇറ്റ് ബിക്കോസ് ഓഫ് അതിൻ്റെ ഭംഗിയുള്ള സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ അതിൻ്റെ ക്രിയേറ്റീവ് ഡിറക്ഷൻ. അതാണ് നമ്മളെ അതിലേക്ക് ആ മൂവിയിലേക്ക് അടുപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫോട്ടോഗ്രാഫിയും. നമ്മുടെ ക്ലയൻസും നമ്മളും ഒരു ഫോട്ടോഗ്രാഫറും തമ്മിലുള്ള ബന്ധം അയാളുടെ വിഷ്വൽ സ്കിൽസിൽ മാത്രമല്ല, പകരം അയാളുടെ ക്രിയേറ്റീവ് ഡയറക്ഷനിലും കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന ക്ലയൻസും എല്ലാ ഇവൻറ്റിനും ഒരു ഫോട്ടോഗ്രാഫർ വേണ്ടേ, ആരെങ്കിലും ഒരാളെ വിളിക്കണ്ടേ. അപ്പോൾ പിന്നെ ആദ്യം കണ്ട ആളെ വിളിക്കുന്ന പോലെ നമ്മളെ അപ്രോച്ച് ചെയ്താൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യുവർ ബിസിനസ് ഓർ ദെയർ നീഡ്സ്. ക്ലയൻസ് നമ്മുടെ അടുത്ത് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഡയറക്ഷൻ കണ്ട് അത് ഇഷ്ടപ്പെട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ, ആ ക്രിയേറ്റീവ് ഡയറക്ഷൻ കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ ഇഫ് വി ഡെലിവർ ദേ ആർ ഗോയിങ് ടു എൻജോയ് ദ പ്രോസസ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫോട്ടോഗ്രാഫറിനെ പോലെ ചിന്തിക്കുന്നത് നിർത്തി പകരം ഒരു ഡയറക്ടറിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങാം. ഓവറോൾ വർക്കിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വേണ്ട പോലെ വരാൻ എന്ത് എലമെൻറ്റ്സ് നമുക്ക് അവിടെ വേണം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി ആ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം ഫോട്ടോഗ്രാഫർ. ഇതിന് ചിലപ്പോഴൊക്കെ നമ്മുടെ ക്ലയൻസിനെ നമ്മൾ ഗൈഡ് ചെയ്യേണ്ടി വരും. കാരണം അവരുടെ കോസ്റ്റ്യൂംസിലായിരിക്കാം, അവരുടെ ഡെക്കോറിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇവൻറ്റ് പ്ലാനിങ്ങിലായിരിക്കാം, അവരുടെ ടൈം പ്ലാനിലായിരിക്കാം. ഇങ്ങനത്തെ പല കാര്യങ്ങളിലും ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. യു ആർ ദ പ്രൊഫഷണൽ, ദേ ആർ നോട്ട്. അവരുടെ ആദ്യത്തെ വെഡ്ഡിങ് ആണ് അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ ഇവൻ്റ് ആണ്. അപ്പോൾ നിങ്ങളാണ് പറയേണ്ടത് അത് ബെറ്ററായിട്ട് ക്യാപ്ചർ ചെയ്യാൻ എന്ത് വേണം, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് അവർ പേ ചെയ്യുന്ന എമൗണ്ടിന് അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം വേണ്ട സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് അവരോട് പറയാനും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ബാധ്യസ്ഥരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ ദാറ്റ് ഈസ് വൈ ഐ എം സേയിങ് ബി മോർ ഓഫ് എ ഡയറക്ടർ ആൻഡ് ലെസ് ഓഫ് എ ഫോട്ടോഗ്രാഫർ. നമ്മൾ ഈ വീഡിയോയുടെ ടോപ്പ് 10 സ്കിൽസിൽ നമ്മൾ എൻഡിലേക്ക് എത്തുകയാണ്. ടോപ്പ് 2 സ്കിൽസ് കൂടി ഇനി ബാക്കിയുള്ളൂ. നമ്പർ 2 പൊസിഷനിൽ ഞാൻ കൺസിഡർ സ്കില്ലാണ് ബ്രാൻഡിങ്. ഞാൻ എപ്പോഴോ വായിച്ചിട്ടുള്ളൊരു സംഭവമാണ് പാരഡോക്സ് ഓഫ് ചോയ്സസ്. അതായത് കൂടുതൽ ചോയ്സ് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവസാനം അവർ ഒരു ചോയ്സും എടുക്കാതെ വരും. അത് തന്നെയാണ് നമ്മുടെ ക്ലയൻസിൻ്റെയും അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരേപോലുള്ള ഒരുപാട് ചോയ്സസ് ആണ് ഒരു ഫോട്ടോഗ്രാഫറിനെ പിക്ക് ചെയ്യാൻ അവർ ശ്രമിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് വരുന്നത്. അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാത്ത ഒരു ഫോട്ടോഗ്രാഫർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചോയ്സ് എടുക്കാൻ നമ്മളവർക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പിക്ക് ചെയ്യാൻ, നമ്മളെ ചൂസ് ചെയ്യാൻ, നമ്മളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മുടെ ബ്രാൻഡിങ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ തൊട്ടടുത്ത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തുള്ള ഫോട്ടോഗ്രാഫറെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന എന്ത് ഫാക്ടറാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫോട്ടോഗ്രാഫറും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ക്ലയൻസ് നിങ്ങളെ മറ്റേ ഫോട്ടോഗ്രാഫറിൻ്റെ മേലെ ചൂസ് ചെയ്യണം? ബ്രാൻഡിങ്ങിനെ പറ്റി പറയുമ്പോൾ പലരും വിചാരിക്കുക ബ്രാൻഡിങ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ലോഗോയോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സോ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലേഔട്ടോ ഒക്കെയാണ് എൻ്റെ ബ്രാൻഡിങ് എന്നാണ്. ബട്ട് ഐ ബിലീവ് ബ്രാൻഡിങ് ഈസ് മോർ അബൌട്ട് എക്സ്പീരിയൻസ്. നമ്മുടെ ബ്രാൻഡ്, നമ്മുടെ ഫോട്ടോഗ്രാഫി ബിസിനസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, അതെന്താണോ അതാണ് നമ്മുടെ ബ്രാൻഡിങ്. നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്, നമ്മുടെ വെബ്സൈറ്റ്, ഇതിലെല്ലാം ഒരു ലോഗോയിലോ കളറിലോ ഒതുങ്ങുന്ന കാര്യമല്ല. പകരം ഇതിലൂടെയെല്ലാം നമ്മൾ പറയാൻ ശ്രമിക്കുന്ന നമ്മുടെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, നമ്മളെപ്പറ്റി ഓർക്കുമ്പോൾ അവർക്ക് വരേണ്ട ഫീലിംഗ്, ഇത് രണ്ടുമാണ് നമ്മുടെ ബ്രാൻഡിങ്ങിൻ്റെ ബാക്ക് ബോൺ. നമ്മൾ കാണുന്ന ചില ഫോട്ടോഗ്രാഫേഴ്സ് 500 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, 5000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, 50,000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇതിൻ്റെ മേജർ ഡിഫറൻസ് ഈസ് ദ ബ്രാൻഡ് ദേ ഹാവ് ബിൽറ്റ്. ഇനി നമ്പർ 1 പോയിന്റ്,
ഇതൊരു വലിയ വീഡിയോ ആയിരുന്നു, അതുകൊണ്ടാണ് സാധാരണ ഞാൻ ചെയ്യുന്ന വീഡിയോനേക്കാൾ ഇരട്ടി എഫേർട്ടെങ്കിലും ഇടാതെ ഈ വീഡിയോ ചെയ്യാൻ പറ്റില്ലെന്ന് റിയലൈസ് ചെയ്തപ്പോഴാണ് ഈ വീഡിയോ പാർട്ട് 1 and 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ഇത്രയും നേരവും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു നമ്പർ 1 സ്കില്ലിനെ പറ്റി സംസാരിക്കാനാണ്. നമ്മളിവിടെ പറഞ്ഞ പല പോയിന്റ്സിലും റിപ്പീറ്റ് ചെയ്ത് വന്ന ചില എലിമെൻറ്റ്സ് ഉണ്ട്. ക്ലയൻസിന് നമ്മളോട് തോന്നുന്ന ട്രസ്റ്റ്, അവർക്ക് ഫീൽ ചെയ്യുന്ന നമ്മുടെ അടുത്ത് നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, ഇതിനെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻറ്റും എന്നാൽ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും ഒരു വിലയും കൊടുക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ അത് വേണമെന്ന് പോലും ചിന്തിക്കാത്ത ഒരു കാര്യവുമാണ് നമ്പർ 1 ടോപ്പിക്. അതങ്ങനെ ഒരു കൺഫ്യൂഷൻ പല ഫോട്ടോഗ്രാഫേഴ്സിനും ഉള്ളതുകൊണ്ടും കൂടിയാണ് ഞാൻ നമ്പർ 1 പൊസിഷനിൽ തന്നെ വെച്ചിരിക്കുന്നത്, വിച്ച് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ വർക്ക്സിനെയോ നമ്മുടെ വെബ്സൈറ്റിനെയോ നമ്മുടെ ക്യാമറേനെയോ നമ്മുടെ ടെക്നോളജീനെയോ ഒന്നുമല്ല ഒരാൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, നമ്മളെയാണ്. നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടാണ്, നമ്മളോട് ട്രസ്റ്റ് ഫീൽ ചെയ്തിട്ടാണ്, നമ്മളോട് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്, നമ്മൾ ഓഫർ ചെയ്യുന്ന എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഈ വീഡിയോയുടെ ടോപ്പിക്ക് നമ്മൾ തുടങ്ങുമ്പോൾ ഫോട്ടോഗ്രാഫി അല്ലാതെ ഒരു ഫോട്ടോഗ്രാഫറിന് വേണ്ട സ്കിൽസ് എന്ന് പറയാൻ തന്നെ കാരണവും ഇതാണ്. ഞാൻ സെൽഫ് ടോട്ട് ഫോട്ടോഗ്രാഫറാണ്. ഞാൻ ഫോട്ടോഗ്രാഫി കോഴ്സുകൾ പഠിക്കുകയോ അതിൻ്റെ ഡിഗ്രീസ് എടുക്കുകയോ സർട്ടിഫിക്കറ്റ്സ് എടുക്കുകയോ മറ്റ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബും ചെയ്യുന്നത്. കാരണം ദർ ഈസ് എ ലോട്ട് ഓഫ് ഗുഡ് ഇൻഫർമേഷൻ ഔട്ട് ദെയർ, സോ ലെറ്റ് മീ ആഡ് ടു ഇറ്റ് എന്ന ഫീലിങ്ങിലാണ് ഞാൻ ഈ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി സെൽഫ് ടോട്ടായിട്ട് ബിൽഡ് ചെയ്തെടുത്ത് എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ ഫോട്ടോഗ്രാഫർ, യു ക്യാൻ ലേൺ ഓൾ ദ ഫോട്ടോഗ്രാഫി യു നീഡ്. നിങ്ങൾക്ക് ആ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ട ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട എല്ലാം നിങ്ങൾക്ക് തനിയെ പഠിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് തനിയെ പഠിച്ചെടുക്കാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടിയാൽ ഗുണമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ സ്കിൽസാണ്. ബിസിനസ് മാനേജ്മെൻറ്റ് സ്കിൽസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കിൽസ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലൊക്കെയാണ് നമുക്ക് കൂടുതൽ നോളജ് നമുക്ക് വേണ്ടത് ആസ് എ ഗുഡ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്ലാരിറ്റിയോടുകൂടി ആയിരിക്കണം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രോംപ്റ്റ് ആയിട്ടായിരിക്കണം. സമയത്തുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് കണക്കിലെടുത്തിട്ടായിരിക്കണം. നമ്മുടെ അടുത്ത് വരുന്നൊരു ക്ലയൻറ്റ് അതേപോലെ തന്നെ ചിലപ്പോൾ 10 ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, ആൻഡ് അവരുടെ വെഡ്ഡിങ് അല്ലെങ്കിൽ അവരുടെ ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ അവരാകെ ടെൻസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ 150 കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടായിരിക്കാം. സോ ലെറ്റ്സ് മേക്ക് ഫോട്ടോഗ്രാഫി ദ ലീസ്റ്റ് ഓഫ് ദെയർ വറീസ്. അവർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും മിനിമം ടെൻഷൻ ഫോട്ടോഗ്രാഫിയിൽ അടിച്ചാൽ മതി, എന്നെ ഏൽപ്പിച്ചോ ധൈര്യമായി എന്ന് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയണമെങ്കിൽ വി നീഡ് ടു ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഒരു ഇമേജ് 1000 വേർഡ്സ് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഇമേജ് എല്ലാം സംസാരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരാണ്. യു നീഡ് ടു കണക്ട് വിത്ത് യുവർ ക്ലയൻസ്, യു നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ക്ലയൻസ്. ചില ഫോട്ടോഗ്രാഫേഴ്സ് വളരെ ഫ്രണ്ട്ലി ആണ്, അവർ ഒരു മച്ചാൻ ബന്ധമാണ് ക്ലയൻറ്റുമായിട്ട്. അത് അതേസമയം മറ്റ് ചില ഫോട്ടോഗ്രാഫേഴ്സ് മറ്റേ കോൺട്രാക്ട്സിലും ഫോർമൽ ഡീലിങ്സിലും ഫോർമൽ ഇമെയിൽസിലും മാത്രമുള്ള കമ്മ്യൂണിക്കേഷനാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ താല്പര്യമില്ല, എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ക്ലയൻസിനോട് ഫ്രണ്ട്ലി ആവുന്നതിനും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൈൻ ലൈൻ നിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ബ്രാൻഡിൻ്റെ കൺസിസ്റ്റൻസിക്ക്. സെയിം വേ നിങ്ങൾക്ക് വർക്ക് ആവുന്ന ഫോർമുല എന്താണെന്നും അത് നിങ്ങളുടെ ബ്രാൻഡിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്ന് ചിന്തിച്ച് വേണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഒരു വലിയ ബ്രെത്ത് എടുക്കാനുള്ള സമയം. കാരണം നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ചു പറഞ്ഞത് 10 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് അതർ ദാൻ ഫോട്ടോഗ്രാഫി, ഒരു ഫോട്ടോഗ്രാഫറിന് സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് റൺ ചെയ്യാൻ. ആൻഡ് ലെറ്റ് മീ നോ, നിങ്ങൾക്ക് ഇതിൽ ഏത് സ്കില്ലാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഏത് സ്കില്ലാണ് നിങ്ങൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് കമൻസിൽ പറയാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ, ഇതുപോലെ തന്നെ മറ്റൊരാൾക്കും ഇത് ഹെൽപ്ഫുൾ ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടോപ്പിക്സ് ആയിട്ട് വരാൻ ഞാൻ ഇനിയും ശ്രമിക്കാം. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. നിങ്ങൾ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ഇവിടെ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു കീപ് ക്ലിക്കിംഗ്. ബൈ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.